ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് ഓഗസ്റ്റ് 30-ന് റാഞ്ചിയിൽ വെച്ച് സോറൻ ഔദ്യോഗികമായി ബി.ജെ.പിയിൽ ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ അറിയിച്ചു. വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ആദ്യം സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ബി.ജെ.പിയിലേക്ക് കൂറുമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ആദ്യം ബി.ജെ.പിയിലേക്ക് കൂറുമാറുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ വീണ്ടും ബി.ജെ.പിയിലേക്ക് തന്നെ ചേരാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അനുപ്രിയ, ഏറെ മലക്കമറിച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ചമ്പൈ സോറൻ ആദ്യം പറഞ്ഞിരുന്നത് താൻ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ്. ഇത്തരത്തിൽ അപമാനിതനായി പാർട്ടിയിൽ നിന്നും പുറത്തു പോയതിനു ശേഷം അദ്ദേഹം ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിൽ എത്തിയത് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ പ്രചാരണങ്ങൾ വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എവിടെയാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയിലാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ്. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 18-ന്, കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 18-ന് അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് വളരെയധികം വേദന നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇനി തൻ്റെ മുന്നിൽ 3 ഓപ്ഷനുകളാണുള്ളത്. ഒന്നെങ്കിൽ മാറി നിൽക്കുക, പുതിയൊരു പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു മുന്നണിക്കൊപ്പം ചേരുക എന്നിങ്ങനെ 3 തീരുമാനങ്ങളാണ് ഉള്ളത്. ഇത്തരത്തിൽ ഇനിയും ഈ പാർട്ടിയിൽ തുടരാൻ തനിക്ക് ഇത്ര അപമാനം സഹിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ ഇനിയും നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 20-ാം തീയതിയാണ് അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 18-ന് ശേഷം അദ്ദേഹം തൻ്റെ പൂർവിക ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയും ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ പര്യടനത്തിനിടയിൽ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ തൻ്റെ അണികളെയും കണ്ടു എന്നാണ്. അപ്പോൾ ഇവരുടെയെല്ലാം തന്നോടുള്ളൊരു മമത കണ്ടുകൊണ്ട് തനിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നോട് മമതയുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ചമ്പൈ സോറൻ എന്ന വ്യക്തിയോട് കൂറുള്ള, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് പുതിയൊരു പാർട്ടി രൂപീകരിക്കും. 2 ആഴ്ചയ്ക്കകം ഈ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നെല്ലാമായിരുന്നു ഈ കഴിഞ്ഞ 20-ാം തീയതി അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായാണ്, വളരെ പെട്ടെന്നാണ് ഇത്തരത്തിൽ ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് എന്ന ഔദ്യോഗിക വിവരം വരുന്നത്. അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചമ്പൈ സോറൻ അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുൻ നേതാവും അതുപോലെ തന്നെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പൈ സോറൻ വരുന്ന ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച ബി.ജെ.പിയിൽ ഔദ്യോഗികമായി ചേരും. അതിനു മുന്നോടിയായി കേന്ദ്രമന്ത്രി അമിത് ഷായുമായി ഡൽഹിയിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി, തിങ്കളാഴ്ച രാത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മയോടൊപ്പം അദ്ദേഹം ഡൽഹിയിൽ എത്തിയത്. ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൻ്റെ ചുമതലയുള്ള, അല്ലെങ്കിൽ ജാർഖണ്ഡിൻ്റെ ചുമതലയുള്ള ബി.ജെ.പിയുടെ പ്രവർത്തകൻ, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ വക്താവാണ് അസം മുഖ്യമന്ത്രി കൂടിയായ ഹിമന്ത് ബിശ്വ ശർമ്മ. കഴിഞ്ഞ 5-6 മാസങ്ങളായി ചമ്പൈ സോറനുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചർച്ചകളൊന്നും തന്നെ രാഷ്ട്രീയപരമായ ചർച്ചകളായിരുന്നില്ല. കഴിഞ്ഞ 1 മാസമായി ഈ ചർച്ചകൾ രാഷ്ട്രീയത്തിലേക്ക് തിരിയുകയും അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വരണം എന്ന് ബി.ജെ.പി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ശർമ്മ ചമ്പൈ സോറനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന തൻ്റെ വാദങ്ങളെ എല്ലാം തന്നെ വൈരുദ്ധ്യത്തിലാക്കിക്കൊണ്ട് ചമ്പൈ സോറൻ ബി.ജെ.പിയിലേക്ക് എന്ന കാര്യത്തിൽ അവസാനം തീരുമാനം വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 30-ന് റാഞ്ചിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലായിരിക്കും അദ്ദേഹം ഔദ്യോഗികമായി അംഗത്വം എടുക്കുക. സോറിനൊപ്പം മറ്റ് MLA-മാർ കൂടി ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും രാംദാസ് സോറനും അതുപോലെ തന്നെ ദശരഥ് ഗെഹ്റായും അടക്കമുള്ള MLA-മാർ ഒരുപക്ഷെ ചമ്പൈ സോറനോടൊപ്പം ബി.ജെ.പിയിലേക്ക് പോയേക്കാം എന്നൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അനുപ്രിയ.